ഐവറി കോസ്റ്റിനെ 1-2 ഗോളുകൾക്ക് തകർത്ത നോർവേ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ആന്റോണിയോ നൂസ, എർലിംഗ് ഹാലണ്ട് എന്നിവരാണ് നോർവേക്കായി ഗോളുകൾ നേടിയത്. 1998 ശേഷം ആദ്യമായാണ് നോർവേ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശനം നേടുന്നത്. പ്രീ ക്വാർട്ടറിൽ നോർവേയുടെ എതിരാളികൾ കരുത്തരായ ബ്രസീലാണ്. മത്സരത്തെക്കുറിച്ച് പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച് സുബിൻ പാവൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്നലെ റൗണ്ട് ഓഫ് 32 നടന്ന ആദ്യ 2 മത്സരങ്ങൾ എടുത്താൽ ആദ്യ മത്സരത്തിൽ നോർവേ ഐവറി കോസ്റ്റിനെ പരാജയപ്പെടുത്തി. രണ്ടാം മത്സരത്തിൽ കരുത്തരായ ഫ്രാൻസ് സ്വീഡനെ 3-0 പരാജയപ്പെടുത്തി. നോർവേ ഐവറി കോസ്റ്റ് മത്സരത്തിലേക്ക് വന്നാൽ 2-1 നോർവേയുടെ വിജയം. ഇരു ടീമുകളും പരസ്പരം നന്നായി ആക്രമിച്ച് കളിച്ചൊരു മത്സരമായിരുന്നു. നല്ലൊരു മനോഹരമായ ഒരു മാച്ച് തന്നെ ആയിരുന്നു ഐവറി കോസ്റ്റ് വേഴ്സസ് നോർവേ മത്സരം. 2 തുല്യ ശക്തികൾ ഏറ്റുമുട്ടിയതുപോലെയുള്ളൊരു മത്സരം നമുക്ക് കാണാൻ സാധിച്ചു. മത്സരത്തിൽ നോർവേയെക്കാൾ ഒരുപടി മുന്നിൽ ആക്രമിച്ചു കളിച്ചത് ഐവറി കോസ്റ്റ് തന്നെ എന്ന് പറയാം. അവരുടെ എല്ലാവരും ഒത്തിണക്കത്തോടെ കളിച്ച മത്സരമായി. എന്നിരുന്നാലും 2-1 പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. 39 മിനിറ്റിൽ ആന്റോണിയോ നൂസെ ആയിരുന്നു ആദ്യ ഗോൾ, നോർവേയുടെ ആദ്യ ഗോൾ കണ്ടെത്തിയത്. അദ്ദേഹത്തിന് ഒഡീഗാർഡ് നൽകിയ ഒരു പന്തിൽ ഇടത് ബോക്സിനകത്ത് വെച്ച് അദ്ദേഹം നടത്തിയൊരു കെർവിംഗ് ഷോട്ടിലൂടെ ആദ്യ ഗോൾ കണ്ടെത്തുകയും ചെയ്തു നോർവേ. അതിനുശേഷം 74 മിനിറ്റിലായിരുന്നു നിക്കോള പെപ്പയുടെ അസിസ്റ്റിൽ അമാദ് ഡിയാല ഐവറി കോസ്റ്റിന് വേണ്ടി ഗോൾ തിരിച്ചടിച്ചത്. പകരക്കാരനായി ഇറങ്ങിയ അമാദി ഡിയാല 74 മിനിറ്റിൽ ബോക്സിനകത്ത് നടത്തിയ ഒരു മുന്നേറ്റം, ഒരു ഡ്രിബിളിംഗ്, നല്ലൊരു ഡ്രിബിളിംഗ് ആയിരുന്നു ബോക്സിനകത്ത് അദ്ദേഹം നടത്തിയത്. അതിലൂടെ അദ്ദേഹം ഗോൾ തിരിച്ചടിക്കുകയും ചെയ്തു. അതിനുശേഷം മത്സരത്തിൽ ഇരു ടീമുകളും പരസ്പരം ആക്രമിച്ച് കളിച്ചു. അമാൽ ദിയാല നല്ലൊരു പകരക്കാരനായ അമാൽ ദിയാലയുടെ ഒരു ഒറ്റയാൾ പ്രകടനം എന്നോളം കുറച്ച് നീക്കങ്ങൾ കണ്ടിരുന്നു മത്സരത്തിൽ. എന്നിരുന്നാലും 84 മിനിറ്റിൽ പാട്രിക് ബെർഗ് നൽകിയ ഒരു അസിസ്റ്റിൽ, ഒരു പാരലൽ പാസിൽ എർലിംഗ് ഹാലണ്ടിന്റെ ഒരു ലെഫ്റ്റ് ഫൂട്ടഡ് ടച്ചോടുകൂടി ഒരു ഗോൾ പിറക്കുകയും ചെയ്തു. അങ്ങനെ 2-1 ഒരു വിജയം കൈവരിക്കുകയും ചെയ്തു നോർവേ. അടുത്ത മത്സരത്തിൽ പ്രീ ക്വാർട്ടറിൽ ബ്രസീലുമായി നോർവേ ഏറ്റുമുട്ടും. അതുകൂടാതെ ഐവറി കോസ്റ്റിന്റെ മത്സരവീര്യം നല്ലൊരു മത്സരം തന്നെയായിരുന്നു. ഐവറി കോസ്റ്റിന്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചത് നല്ല മുന്നേറ്റങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കൂടുതൽ ഷോട്ടുകൾ അവർ കളിച്ചിരിക്കുകയും ചെയ്തിരുന്നു ഈ മത്സരത്തിൽ. അവർക്കും തലയുയർത്തി തന്നെ ഈ വേൾഡ് കപ്പിനോട് വിട പറയാം.